ജമ്മു കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണമുണ്ടായി ദിവസങ്ങൾക്കകം താലിബാനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. താലിബാൻ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രിയായ അമീർ ഖാൻ മുത്താഖിയുമായാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞനായ ആനന്ദ് പ്രകാശ് കൂടിക്കാഴ്ച നടത്തിയത്. അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ആനന്ദ് പ്രകാശ്. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വെച്ചായിരുന്നു ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകാനായിരുന്നു ഈ ചർച്ച. അഫ്ഗാനിസ്ഥാനിൽ നല്ല നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യൻ നിക്ഷേപകരെ അമീർ ഖാൻ ക്ഷണിക്കുകയും ചെയ്തു. അടുത്ത കാലത്തായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ആശാവഹമായ പുരോഗതി കൈവരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ സമീപകാലത്തുണ്ടായ പ്രധാന സംഭവങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായി താലിബാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ചർച്ചയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം, ചരക്ക് ഗതാഗതം, വിസ നടപടികൾ, രാഷ്ട്രീയ ബന്ധം എന്നിവയാണ് കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായത്. അഫ്ഗാനിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ഇരു രാജ്യങ്ങളിലേക്കും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയണമെന്നും അഫ്ഗാനിസ്ഥാനിലുള്ള രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും തടസ്സങ്ങളില്ലാതെ വിസ ലഭിക്കണമെന്നും താലിബാൻ മന്ത്രി ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ഇന്ത്യക്ക് ഏറെ പ്രധാനമാണെന്നും വിവിധ മേഖലകളിൽ ഈ ബന്ധം വികസിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞതായി താലിബാൻ മന്ത്രി അവകാശപ്പെട്ടു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായുള്ള സഹകരണം തുടരുമെന്നും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും ആനന്ദ് പ്രകാശ് പറഞ്ഞതായി അമീർ ഖാൻ പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ താലിബാനുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം എക്സിലൂടെ അഫ്ഗാനിസ്ഥാനാണ് പുറത്തുവിട്ടത്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ താലിബാൻ വിദേശകാര്യ മന്ത്രാലയം അപലപിക്കുകയും ചെയ്തിരുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ അനുശോചനം അറിയിക്കുന്നതായി മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ പ്രാദേശിക സുരക്ഷയെയും രാജ്യത്തിന്റെ അഖണ്ഡതയെയും ബാധിക്കുമെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭീകരാക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര നയതന്ത്ര ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അട്ടാരി വാഗ അതിർത്തി അടയ്ക്കാനാണ് തീരുമാനമുള്ളത്. വ്യാപാരത്തിനായി അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കരപാതയാണിത്. ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് ഇതേ പാതയിലൂടെയാണ്. അഫ്ഗാനെ സംബന്ധിച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണിത്. $500 മില്യൺ വാർഷിക വ്യാപാരമാണ് ഈ പാതയിലൂടെ ചരക്ക് നീക്കത്തിലൂടെ നടക്കുന്നതെന്ന് അഫ്ഗാനിസ്ഥാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഈ റൂട്ട് തുടർച്ചയായി അടച്ചിടുന്നതിൽ അഫ്ഗാനിസ്ഥാനിലെ ഡ്രൈ ഫ്രൂട്ട് വ്യാപാരികൾ കടുത്ത ആശങ്കയിലുമാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലെ ബോർഡ് അംഗമായ ഖാൻ ജാനാണ് ആശങ്ക പങ്കുവച്ചിരുന്നത്. നിർഭാഗ്യവശാൽ അട്ടാരി അതിർത്തി അടച്ചതിലൂടെ ഇന്ത്യയുമായുള്ള തങ്ങളുടെ വ്യാപാരം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിന്റെ സീസണാണ്. 2 മാസത്തിനുള്ളിൽ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളുടെ സീസൺ വരും. അപ്പോഴേക്കും പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അവർ പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ ഭൂരിഭാഗവും അട്ടാരി വഴിയാണ് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. കയറ്റുമതിക്കായി ബദൽ മാർഗങ്ങൾ തേടുന്നത് കാര്യമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് അഫ്ഗാൻ ഡ്രൈ ഫ്രൂട്ട്സ് എക്സ്പോർട്ടേഴ്സ് യൂണിയൻ പറയുന്നുമുണ്ട്. മുൻ അഫ്ഗാൻ പ്രസിഡന്റായ ഹമീദ് കർസായിയുമായും ആനന്ദ് പ്രകാശ് കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക സാഹചര്യത്തെക്കുറിച്ചും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. അഫ്ഗാൻ യുവാക്കൾക്ക് ഇന്ത്യ സ്കോളർഷിപ്പുകൾ നൽകണമെന്ന് കർസായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾ സുഗമമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും കർസായി ആവശ്യപ്പെട്ടതായാണ് നിലവിലെ റിപ്പോർട്ടുകൾ.